എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ഹരിദാസ്, വെറ്ററിനറി ഡോക്ടർ കൂടിയായ ശ്രീ ശുദ്ധോധനൻ, കെ എസ് മണി, ശ്രീമതി സത്യഭാമ, പത്മാവതി. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഒരു കിഴക്കൻ മേഖലയിലെ ഒരു ഉൾനാടൻ പ്രദേശമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. 90% കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരും തൊഴിലാളികളുടെ ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലൂടെ ഒരു യാത്രയാവാം. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര. മലബാറിന്റെയും തമിഴ്നാടിന്റെയും ഒരു സമ്മിശ്ര സംസ്കാരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഭാഷയിലായാലും വേഷത്തിലായാലും ആചാരത്തിലായാലും അനുഷ്ഠാനത്തിലായാലും അതിനൊരു മിക്സ് നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ കഴിയും എലപ്പുള്ളിയിലും. അതുപോലെ ഇവിടെ തേനാരി തീർത്ഥം, രാമശ്ശേരി ഇഡ്ഡലി, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ എമു ഫാം ഇവിടെയാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് എലപ്പുള്ളിയിൽ കാണാനുണ്ട്. അമ്പലം. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനാണ് പ്രതിഷ്ഠ. പണ്ട് വനവാസക്കാലത്ത് ഈ വഴി പോയപ്പോൾ സീതാദേവിക്ക് ദാഹിച്ചു വന്നു. അപ്പോൾ ഭൂമിയിലേക്ക് ശ്രീരാമൻ അമ്പ ചെയ്ത് ഗംഗാജലം അവിടെ നിന്ന് ഉറവ് പൊട്ടി വന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജലത്തെ ആരാധിക്കുന്ന ഒരേ ഒരു അമ്പലമാണ് ഈ തേനേരി അമ്പലം. എലപ്പുള്ളിയിലെത്തിയാൽ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാതെ മടങ്ങാൻ കഴിയില്ല. പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഈ വിഭവം രാജ്യാന്തര പ്രശസ്തി നേടിയിരിക്കുന്നു. വെളിച്ചെണ്ണയിൽ മുക്കിയ ചമ്മന്തിപ്പൊടി, വെളിച്ചെണ്ണ ചാലിച്ച് ചമ്മന്തിപ്പൊടിയിൽ മുക്കി ഇഡ്ഡലി കഴിക്കാൻ നല്ല രസമുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 100 വർഷത്തെ ചരിത്രം ഉണ്ട് അതിനെന്നുള്ളതാണ്. യാതൊരു കൃത്രിമത്വം ഇതിൽ ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് നമുക്ക് കഴിച്ചു തന്നെ അറിയണം. ഈ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള നെല്ലിലിടുന്ന പച്ചില വളം മുതൽ ഇതിന്റെ പ്രോസസ്സിങ്ങിന്റെ ഓരോ ഘട്ടത്തിലുണ്ട് പ്രത്യേകതകൾ. പ്രത്യേകം തയ്യാറാക്കിയ മൺചട്ടിയിലാണ് ഇത് പാകം ചെയ്യുന്നത്. മലബാർ തമിഴ് സംസ്കാരം കൂടിച്ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം MS വിശ്വനാഥൻ, പ്രകാശ് കാരാട്ട് തുടങ്ങിയ അനേകം പ്രശസ്തരുടെ ജന്മസ്ഥലം കൂടിയാണ്. അപ്പോൾ ഇനി വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് നമുക്ക് വികസനത്തിന്റെ കാര്യം നമുക്ക് പറയാനുള്ളത്? എൻ്റെ പഞ്ചായത്തിലെ അവസാനത്തെ മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ പാടില്ല, അങ്ങനെ ഒരു സാഹചര്യം എന്നുണ്ടാവുന്നുവോ അന്നാണ് എൻ്റെ പഞ്ചായത്ത് വികസിക്കുക. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഞങ്ങൾ കഴിഞ്ഞ 3-4 കൊല്ലമായി ഇപ്പോൾ എൻ്റെ ഭരണസമിതി നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ വികസനത്തിൻ്റെ ഞങ്ങളുടെ കാഴ്ചപ്പാട്. സവിശേഷമായൊരു കാർഷിക ചരിത്രമുള്ള ഭൂവിഭാഗമാണ് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. പാലക്കാടിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തായിട്ട് പാലക്കാട് ചുരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു ഉൾനാടൻ പ്രദേശമാണ് എലപ്പുള്ളി പഞ്ചായത്ത്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലക്കാടൻ ചുരത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ്, വരണ്ടുണക്കിയ വയലേലകളും അതിന് കാവൽ നിൽക്കുന്ന കരിമ്പനകളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. മൃഗങ്ങളെ പൂജിക്കുകയും ആരാധിക്കുകയും സ്നേഹിച്ചു വളർത്തുകയും ചെയ്യുന്ന ഒരു ജനതയാണ് തലമുറകളായി ഇവിടെയുള്ളത്. ഇപ്പോൾ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പശുപരിപാലനത്തിന് പുറമെ കാട, കോഴി, ആട്, മുയൽ എന്നിവയെ വളർത്തി ഒരു മാതൃകാ ക്ഷീരഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈറേഞ്ച് ഡോർഫ് എന്ന നാടൻ പശുക്കൾ. ഇന്ന് ലോകത്ത് എലപ്പുള്ളിയിൽ മാത്രമാണ് ഈ ഇനം പശുക്കൾ അവശേഷിക്കുന്നത്. എലപ്പുള്ളിയിലെ തങ്കമണി ചേച്ചിക്ക് 3 പശുക്കളുണ്ട്. 3നും കൂടി 30 ലിറ്റർ പാൽ ലഭിക്കും. ജീവിതത്തെക്കുറിച്ച് ഒരാശങ്കയും ഇവർക്കില്ല. കാരണം എലപ്പുള്ളി പഞ്ചായത്തിന്റെ മാതൃകാ ക്ഷീരഗ്രാമം പദ്ധതിയിൽ അംഗമാണ് തങ്കമണി ചേച്ചി.
പശുക്കളെ വാങ്ങാനും തൊഴുത്ത് കെട്ടാനും പഞ്ചായത്താണ് ധനസഹായം നൽകിയത്. എലപ്പുള്ളി പഞ്ചായത്തിലെ കൃഷ്ണേട്ടനും 85 വയസ്സ് കഴിഞ്ഞ ഗോപാലേട്ടനും ഈ വയസ്സുകാലത്ത് വരുമാനത്തിന് പഞ്ഞമില്ല. അവരും ക്ഷീരഗ്രാമം പദ്ധതിയിൽ അംഗങ്ങളാണ്. മക്കളെയൊക്കെ കല്യാണം കഴിച്ചെങ്കിലും ഗോപാലേട്ടൻ ഇപ്പൊ ഒറ്റയ്ക്കല്ല. കാരണം കൂട്ടിന് ചീരുണ്ട്. 3 മാസം കൂടി കഴിഞ്ഞാൽ ഒരാളും കൂടി വരാനുണ്ട്. കാരണം ചീരു ഗർഭിണിയാണ്. ചീരു, കർഷകനും കർഷക തൊഴിലാളികൾക്കും വരുമാനത്തിന്റെ പുതുവഴി തുറന്നു കൊടുക്കുകയാണ് 2007 നടപ്പിലാക്കിയ ഈ പദ്ധതിയിലൂടെ പഞ്ചായത്ത്. മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, ക്ഷീരസംഘങ്ങൾ, മിൽമ, വിദ്യാഭ്യാസ വകുപ്പ്, കൃഷി വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും ചേർത്തുകൊണ്ട് പഞ്ചായത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മാതൃകാ ക്ഷീരഗ്രാമം പദ്ധതിയിലൂടെ ക്ഷീരവികസനത്തിൽ എങ്ങനെ ജീവിത സുരക്ഷിതത്വം കൈവരിക്കാമെന്ന് തെളിയിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. വൃത്തിയും വെടുപ്പുമുള്ള തൊഴുത്തുകൾ, ആടുവളർത്തൽ, സ്കൂളിലെ ഡയറി ക്ലബ്ബുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി കഴിഞ്ഞു. ഇവിടെ എന്താണെന്ന് തോന്നുന്നു ബയോഗ്യാസിന്റെ വളത്തിൽ നിന്ന് നമ്മൾ ബയോഗ്യാസ്, ഞാൻ 3 വർഷമായിട്ട് ബയോഗ്യാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എന്റെ ആവശ്യത്തിനുള്ള എല്ലാ പാചകവും ഞാൻ ബയോഗ്യാസ് തന്നെയാണ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചാണകമൊക്കെ ഇതല്ലാതെ ചാണകം ചാണകം ഉപയോഗിച്ച് ചാണക വരളി ഉണ്ടാക്കിയ ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വരളിക്ക് 2 രൂപ വെച്ച് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. കന്നുകാലികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും കർഷകർക്ക് അറിവ് നൽകുക, ക്ഷീര കർഷകർക്കും പശുക്കൾക്കും സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഒരു പിടി പുല്ല് ഒരു കുടം പാൽ എന്ന മുദ്രാവാക്യം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. മലബാർ മേഖലയിലെ 800 ക്ഷീരസംഘങ്ങളെ പിന്നിലാക്കി മികച്ചതായി എലപ്പുള്ളി ക്ഷീരസംഘം. ഇതുപോലെ 9 സംഘങ്ങളുണ്ട് ഇവിടെ. വിമൽ ചേച്ചി, ദിവസം എത്ര പാല് കിട്ടും? 15 ലിറ്റർ പാല്. 15 ലിറ്റർ കിട്ടും. എത്ര പശുണ്ട്? 3 പശു. അപ്പൊ ദിവസം എത്ര രൂപ വരുമാനം ഉണ്ടാക്കും? ദിവസം വന്നിട്ട് 300 രൂപ വരും. 300 രൂപ കിട്ടുന്നുണ്ട് അല്ലേ? എലപ്പുള്ളി പഞ്ചായത്തിൽ ആകെ 9 ക്ഷീരസംഘങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ക്ഷീര കർഷകർക്ക് പാലിന് അധിക വില നൽകുന്നത് കൂടാതെ ഫാം ഫ്രഷ് മിൽക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും കുടുംബശ്രീയുടെ സഹായത്തോടെ ക്ഷീരസംഘങ്ങൾ നടത്തിവരുന്നു. പദ്ധതിയുടെ തുടക്കത്തിൽ ഒരു ദിവസം ആകെ ഉൽപ്പാദിപ്പിച്ചിരുന്ന പാൽ 2600 ലിറ്റർ ആയിരുന്നു. എന്നാൽ 10000 ലിറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വെറും 2 വർഷം മാത്രമാണ് വേണ്ടിവന്നത്. 2009 മിൽമയുടെ കണക്ക് പ്രകാരം ദിവസവും 10240 ലിറ്റർ പാലാണ് ഈ ക്ഷീരസംഘങ്ങൾ വഴി മിൽമ ശേഖരിക്കുന്നത്. മറ്റുള്ള ജില്ലകൾ പാലുൽപാദനത്തിൽ പിറകിലോട്ട് പോകുമ്പോഴും 30% വർധനവ് മിൽമയുടെ കളക്ഷനിൽ രേഖപ്പെടുത്തിയ ഏക ജില്ലയാണ് പാലക്കാട്. പാലക്കാടിന്റെ ഈ നേട്ടത്തിനാധാരം ഒരുപക്ഷെ എലപ്പുള്ളിയുടെ ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളാകാം. പാലിനു വേണ്ടി കേരളം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഇക്കാലത്ത് മാതൃകാ ക്ഷീരഗ്രാമം പദ്ധതിയിലൂടെ കർഷകനും കർഷക തൊഴിലാളികൾക്കും വരുമാനത്തിന്റെ പുതുവഴികൾ തുറന്നുകൊടുക്കുകയാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ജഡ്ജിംഗ് പാനലിലേക്ക്. വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. അതായത് ഒരു മേഖലയെ കേന്ദ്രീകരിച്ച്